പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് നിലവിൽ കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ ആർട്രൂത്ത്, ഡാമിയൻ പ്രീസ്റ്റ് തുടങ്ങിയവരുടെ ടീം MFT ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. MFT ടീമിൽ നിന്ന് ടോള ടോങ്ക തുടങ്ങിയവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവന്റിലേക്കുള്ള ഈ ടൂർണമെന്റ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരം മാത്രമല്ലാതെ മറ്റൊരു മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ് ആണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ട്രിക് വില്യംസിന്റെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലെ എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ 1 കണ്ടൻഡർ മത്സരമാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. റിക്കി സൈൻസ് വേഴ്സസ് കർമേലോ ഹെയ്സ് തമ്മിലുള്ള മത്സരമാണ് അടുത്ത സ്മാക്ഡൗണിൽ നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരമായിട്ട് നടക്കുന്നത്. ഇത് കൂടാതെ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സരം, അതായത് നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനും ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ വിജയിച്ചു വന്ന സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഷാർലറ്റ് ഫ്ലെയറും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റായിട്ട് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ഗുന്തറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇതിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് വരുന്നത് സാമി സെയിൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം സെഗ്മെൻറ്റുകൾ നമുക്ക് ഈ സ്റ്റോറി ലൈനെ അനുബന്ധിച്ച് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു. അതിലെ ഇൻ റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സാമി സെയിൻ പതിവ് പോലെ റിംഗിലേക്ക് വന്ന് സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് കോഡി റോഡ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. കോഡി റിംഗിലേക്ക് വരുന്നു. സാമി സെയിൻ കോഡിയുമായിട്ടുള്ള ഒരു ഹിസ്റ്ററി, ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കോഡി റോഡ്സ് പറയുന്നുണ്ട് സാമി സെയിൻ്റെ നിലവിലെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്, കാണികൾ നിന്നെ കൂവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാമി വലിയൊരു ദേഷ്യത്തോടു കൂടി കോഡി റോഡ്സിൻ്റെ മുഖത്തടിക്കുന്നു. കോഡി റോഡ്സും തിരിച്ചടിക്കുന്നു. പിന്നീട് ഒരു സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് കോഡിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വിഷമത്തോടു കൂടി സാമി ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹം റിങ്ങിലേക്ക് അങ്ങനെ കയറി ചെന്നില്ല. വളരെ ഇമോഷണലായിട്ടുള്ള മുഖഭാവത്തോട് കൂടിയിട്ട് സാമി റിങ് വിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഫൈറ്റൊന്നും അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഗുന്തർ സാമി ആണ് തൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് ആ ഒരു മാച്ചിലേക്ക് പിക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അത് കുറച്ചും കൂടി ഇമോഷണലാണ്. ഈ സ്റ്റോറി ലൈൻ്റെ ഒരു പോക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന ഇവൻറ്റിൽ കോഡി റോഡ്സ് അല്ലെങ്കിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നത് ഒരു ട്രിപ്പിൾ ത്രെറ്റ് റൂൾസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് നിലവിലെ ചാമ്പ്യനായിട്ട് അടുത്ത ആഴ്ച എന്തായാലും ഗുന്തറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി റോഡ്സ് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ കോഡി റോഡ്സ്, ഗുന്തർ, സാമി സെയിൻ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരിക്കും മിക്കവാറും ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ നടക്കാൻ പോകുന്ന ഒരു മാച്ച്. അതിലേക്കുള്ള ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ സ്മാക്ഡൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് സംഭവ ബഹുലമായിട്ട് മാറിയേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ജെ ഊസോ എന്ന് പറയുന്ന റസ്ലർ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് LA നൈറ്റ്, ഫിൻ ബാലർ, റോയ്സ് കീസ് തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. സോളോസിക്കോവയുടെ ഇൻവോൾവ്മെൻ്റാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത്. ജിമ്മി യൂസോയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും മത്സരത്തിൻ്റെ ഒരു ഗതി തന്നെ മാറ്റിമറിക്കുന്നത് സോളോസിക്കോവയാണ്. സമോൺ സ്പൈക്ക് ഉപയോഗിച്ചുകൊണ്ട് LA നൈറ്റിനെ ആക്രമിച്ച് റോയ്സ് കീസിന് വിജയിക്കാനുള്ള അവസരമാണ് സോളോ ഉണ്ടാക്കി കൊടുത്തത് എന്നുണ്ടെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്തത് കൃത്യത്തിൽ അത് ഉപകാരപ്പെട്ടത് ജെ ഊസോയ്ക്കാണ്. അങ്ങനെ ജെ ഊസോ LA നൈറ്റിനെ പിൻ ചെയ്തിട്ട് ഈ ഫൈറ്റൽ ഫോർവേയിൽ വിജയിക്കുന്നു. സെമി ഫൈനലിലേക്ക് അവസാന റസ്ലർ എന്നുള്ള രീതിയിലേക്ക് ജെ ഊസോ യോഗ്യത നേടുന്നു. ജെ ഊസോ വിജയിച്ചതിനോട് വളരെ രൂക്ഷമായ ഭാവത്തിലുള്ള അഭിപ്രായങ്ങളാണ് കാണികളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഫിൻ ബാലർ, LA നൈറ്റ് പോലെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റസ്ലേഴ്സ്, കുറച്ചെങ്കിലും പുഷ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന റസ്ലേഴ്സ് പങ്കെടുത്ത ഒരു ഫൈറ്റൽ ഫോർവേ ആയിരുന്നു. അവിടേക്കാണ് ജെ ഊസോയും കൂടി ഇട്ടുകൊണ്ട് ജെ ഊസോയെ വിജയിപ്പിച്ച് സെമി ഫൈനലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ജെ ഊസോയ്ക്ക് ലഭിക്കുന്നത് ഓവർ പുഷാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ടാഗ് ടീം ഡിവിഷൻ സ്റ്റോറിയിൽ തന്നെ ജെ ഊസോ കിടക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തുകൊണ്ടാണ് ജെ ഊസോയെ ഈ സെമി ഫൈനലിലേക്ക് എത്തിച്ചത് എന്ന് ചോദിച്ചാൽ ബ്ലഡ് ലൈൻ്റെ ഒരു പ്രസൻസ് ഈ ടൂർണമെൻറ്റിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ജെ ഊസോയെ കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ ജെ ഊസോ ഈ ഫൈറ്റൽ ഫോർവേയിൽ വിജയിച്ചില്ല എന്ന് നിങ്ങൾ കരുതുക. ബ്ലഡ് ലൈൻ്റെ ഒരു പ്രസൻസ് അവർ ഇപ്പോൾ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ കാണിക്കില്ല. മറ്റു തലത്തിലാണ് ഈ ഒരു സ്റ്റോറി ബിൽഡാകുക. ഇപ്പോൾ റോയിലായാലും സ്മാക്ഡൗണിലായാലും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ബ്ലഡ് ലൈനാണ്. അത് കൃത്യമായിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചത്തെ റോയും സ്മാക്ഡൗണും വീക്ക്ലി എപ്പിസോഡ്സ് കണ്ട കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് സ്റ്റോറി ലൈൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. പഴയ ആ ട്രൈബൽ ചീഫ് കാലഘട്ടത്തിലെ ആ സ്റ്റോറി ലൈൻ ഇമ്പോർട്ടൻസ് പോലെ ഇപ്പോൾ വീണ്ടും ബ്ലഡ് ലൈന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എപ്പിസോഡ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്
ജെ ഊസോയെ സെമി ഫൈനലിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കിങ് ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന ടൂർണമെൻറ്റ് ജെ ഊസോ വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അത്രയും വലിയൊരു ബ്ലണ്ടർ ട്രിപ്പിൾ എച്ച് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നെവർ സേ നെവർ എന്നാണല്ലോ, ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാം. മൂന്നാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന മത്സരങ്ങളുടെ റിസൾട്ടുകളെ സംബന്ധിച്ചാണ്. ഏക ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നിലവിലെ ട്രിപ്പിൾ എ എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയുടെ ക്രൂസർ വെയ്റ്റ് ചാമ്പ്യനായിട്ട് വിജയിച്ച റേ ഫിനിക്സ് അദ്ദേഹത്തിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് ഫ്രാക്സിയം ടീമിലെ ആക്സിയം എന്ന റെസ്ലറിനെതിരെ നടത്തി. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ റിട്ടൻഷൻ നമുക്ക് റേ ഫിനിക്സിൻ്റെ മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഗംഭീരമായിട്ടുള്ള ഒരു ഹൈ ഫ്ലൈയിങ് മത്സരമായിരുന്നു. പിൻഫോളിലൂടെയാണ് ആക്സിയം എന്ന റെസ്ലറിനെ റേ ഫിനിക്സ് പരാജയപ്പെടുത്തിയത്. മറ്റ് മത്സരങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 2 ടാഗ് ടീം മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ നിലവിൽ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവരുടെ ടീം ഫേറ്റൽ ഇൻഫ്ലുവൻസിലെ ലെയ്ൻലി റൈഡ്, ഫെലോൺ ഹെൻലി തുടങ്ങിയവർക്കെതിരെ അവർ ഒരു നോൺ ടൈറ്റിൽ ടാഗ് ടീം മത്സരം കളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ഫേറ്റൽ ഇൻഫ്ലുവൻസിൻ്റെ ലീഡറായ ജെസി ജെയിൻ എന്ന് പറയുന്ന മുൻ NXT വുമൻസ് ചാമ്പ്യൻ്റെ ഒരു സഹായം ഫേറ്റൽ ഇൻഫ്ലുവൻസ് ടാഗ് പാർട്ട്നേഴ്സിന് കിട്ടിയെന്നുണ്ടെങ്കിലും അവസാനം റഫറി ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ ജെസി ജെയിനോട് ആവശ്യപ്പെട്ടു. ഈ ഒരു അവസരം നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരെ മുതലെടുത്തുകൊണ്ട് അവർ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഒരു ടാഗ് ടീം മത്സരം എന്ന് പറയുന്നത് വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും ചെൽസി ഗ്രീനും ടീം ആയിക്കൊണ്ട് ബി-ഫാബ്, മീച്ചിൻ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. ജെഡ് കാർഗിലിൻ്റെ ഇൻവോൾവ്മെൻറ്റിലൂടെ ബി-ഫാബും മീച്ചിനും വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. മീച്ചിൻ ചെൽസി ഗ്രീനെ പിൻ ചെയ്തിട്ടാണ് ഈ ടാഗ് ടീം മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുന്നത്. മത്സരശേഷം ടിഫനി സ്ട്രാറ്റനും ഈ ജെഡ് കാർഗിലിനും ടീമിനും മൊത്തത്തിലൊരു ഒരു ഫൈറ്റ് അവിടെ നടന്നു. 3-on-1 എന്ന് പറയുന്ന രീതിയിൽ ഒരു നമ്പേഴ്സ് അഡ്വാൻറ്റേജ് ജെഡ് കാർഗിലിൻ്റെ ടീമിൻ്റെ കൂടെയായിരുന്നത് കൊണ്ട് തന്നെ ജെഡ് കാർഗിൽ ജെഡ് എന്ന് പറയുന്ന ഫിനിഷർ ഉപയോഗിച്ചുകൊണ്ട് ടിഫനി സ്ട്രാറ്റനെ ആക്രമിക്കുന്നു. ഇനി ജെഡ് കാർഗിലിൻ്റെ ലക്ഷ്യം ഈ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പാണ് എന്നുള്ളതിലേക്ക് കൃത്യമായിട്ടുള്ളൊരു പോയിൻ്റായിരുന്നു സ്മാക്ഡൗണിൽ കാണിച്ചു തന്നത്. 4ാമത്തെ അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗണിലേക്ക് കുറേയധികം നാളുകൾക്ക് ശേഷം തിരികെ വന്ന ഫിൻ ബാലർ ആ സ്മാക്ഡൗണിലേക്കുള്ള വരവ് അദ്ദേഹത്തിൻ്റെ പഴയ കുറച്ച് ഹിസ്റ്ററി പുതുക്കുന്ന രീതിയിലായിരുന്നു. അതായത് ഡാമിൻ പ്രീസ്റ്റ് എന്ന് പറയുന്ന മുൻ ജഡ്ജ്മെൻറ്റുടെ ടീം അംഗമായിട്ടുള്ള ആ ഒരു ബാക്ക് സ്റ്റേജിലെ കണ്ടുമുട്ടൽ വളരെ രൂക്ഷമായ ഭാഗത്തോടു കൂടി ഡാമിൻ പ്രീസ്റ്റ് ഫിൻ ബാലറിനെ നോക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചു. ആർട്ടറുതുമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു മൊമെൻറ്റും അവിടെ കാണാൻ സാധിച്ചു. കൂടാതെ ടാമ ടോങ്കയുമായിട്ട് ഫിൻ ബാലർ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാമ ടോങ്ക, ഫിൻ ബാലർ തുടങ്ങിയവരുടെ ചരിത്രം WWE പുറത്താണ്. ന്യൂജപ്പാൻ പ്രോ റെസ്ലിംഗിൽ ഒറിജിനൽ ബുള്ളറ്റ് ക്ലബിലെ മെമ്പേഴ്സ് ആണ് ഫിൻ ബാലറും ടാമ ടോങ്കയും. ബുള്ളറ്റ് ക്ലബ്ബ് രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ ലീഡർ എന്ന് പറയുന്നത് ഫിൻ ബാലർ ആയിരുന്നു. അതിലെ ആദ്യത്തെ OG മെമ്പറായിരുന്നു ടാമ ടോങ്ക. ആ ഒരു ഹിസ്റ്ററിയാണ് അവർക്കിടയിലെ ആ ഒരു ബാക്ക് സ്റ്റേജ് ഇൻട്രാക്ഷനിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. 5ാമത്തെ അപ്ഡേറ്റ് ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. ജേക്കബ് ഫാറ്റുവും ഊസോസും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഇൻട്രാക്ഷൻ നമുക്കിന്ന് കാണാൻ സാധിച്ചു. ഊസോസ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ ജേക്കബ് ഫാറ്റു അവരുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ആകാതെ മാറുന്നതിനെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ജേക്കബ് ഫാറ്റു പറയുന്നത് താൻ സ്മാക്ഡൗണിലേക്ക് വന്നത് ജെ ഊസോയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല, സോളോ സിക്കോവയുമായിട്ട് സംസാരിക്കാനാണ് റോമൻ റെയിൻസ് തന്നെ പറഞ്ഞയച്ചത്. റോമൻ റെയിൻസിന് പകരമായിട്ടാണ് താൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ ഞാൻ ഇടപെടുന്നില്ല, എൻ്റെ ബിസിനസ്സിൽ നിങ്ങളും ഇടപെടാൻ പാടില്ല എന്നുള്ളത് ഊസോസിനോട് ജേക്കബ് ഫാറ്റു പറയുന്നു. പിന്നീട് സോളോ സിക്കോവയുടെ അടുത്തേക്ക് പോയി ബ്ലഡ് ലൈനിലേക്ക് ജോയിൻ ചെയ്യാൻ സോളോ സിക്കോവയ്ക്ക് മുൻപിൽ ഒരു ഇൻവിറ്റേഷൻ വെക്കുന്നു. ഇത് റോമൻ റെയിൻസിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് എന്നുള്ളതും ജേക്കബ് ഫാറ്റു പറയുന്നുണ്ട്. പക്ഷേ സോളോ സിക്കോവ അത് റിജക്റ്റ് ചെയ്യുന്നു. റോമൻ റെയിൻസിൻ്റെ കൂടെ ജേക്കബ് ഫാറ്റു ജോയിൻ ചെയ്തതിനെ സംബന്ധിച്ച് രൂക്ഷമായിട്ടുള്ള വാക്കുകളിലൂടെ ജേക്കബ് ഫാറ്റുവിനെ കളിയാക്കുന്നു. റോമൻ റെയിൻസിൻ്റെ പിറകിൽ നിൽക്കുന്ന വെറും ഒരു വാലാട്ടി പട്ടി മാത്രമായി നീ മാറിയിരിക്കുന്നു എന്നുള്ളത് ജേക്കബ് ഫാറ്റുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. നിൻ്റെ ഉള്ളിലെ സമോൻ വേർവോൾഫ് ഇപ്പോൾ എവിടെ പോയി എന്നുള്ളത് സോളോ സിക്കോവ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജേക്കബ് ഫാറ്റുവിൻ്റെ മുഖത്ത് യാതൊരുവിധ ഭാവ വ്യത്യാസവും നമുക്ക് കാണാൻ സാധിച്ചില്ല. ജേക്കബ് ഫാറ്റു അദ്ദേഹം റോമൻ റെയിൻസിൻ്റെ നിർദ്ദേശം എന്താണോ അത് തന്നെ ഒരിക്കൽ കൂടി പറയുന്നു. നിന്നെ ബ്ലഡ് ലൈനിലേക്ക് കൊണ്ടുവരാനാണ് തന്നോട് റോമൻ റെയിൻസ് ആവശ്യപ്പെട്ടത്, അത് ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് വെക്കുന്നു. നീയായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഊസോസോ എന്തിന് റോമൻ റെയിൻസോ വരെ ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് നിന്നെ കൊണ്ടുവരും എന്നുള്ളതാണ് റോമൻ റെയിൻസിൻ്റെ മെസ്സേജ് എന്നാണ് ജേക്കബ് ഫാറ്റു പറയുന്നത്. അപ്പോൾ സോളോ സിക്കോവ ജേക്കബ് ഫാറ്റുവിൻ്റെ ചെവിയിലേക്ക് പറയുന്നുണ്ട്, റോമൻ റെയിൻസ് വന്നിട്ട് റോമൻ റെയിൻസിന് അറിയാം താൻ എവിടെയുണ്ട് എന്നുള്ളത്. അപ്പോൾ റോമൻ റെയിൻസ് നേരിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാമെന്നുള്ളതാണ് സോളോ സിക്കോവ കൊടുക്കുന്ന ഒരു മറുപടി. അപ്പോൾ റോമൻ റെയിൻസ് ഡയറക്റ്റ് വന്നാൽ പോലും സോളോ സിക്കോവയുടെ സ്റ്റാൻഡിൽ നിന്ന്, അതായത് ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്യില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നിന്ന് സോളോ സിക്കോവ യാതൊരുവിധ വ്യത്യാസവും വരുത്താൻ പോകുന്നില്ല. റോമൻ റെയിൻസിനൊന്നും താനൊരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സോളോ സിക്കോവയുടെ സ്റ്റാൻഡ്. അപ്പോൾ
ഇൻട്രസ്റ്റിംഗ് ആണ് ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി. ഇപ്പോൾ റോയിലായാലും സ്മാക്ഡൗണിലായാലും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതും നല്ല ലെയേഴ്സ് ഉള്ളതും ഈ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറിക്ക് തന്നെയാണ്. കൂടുതൽ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് പഴയ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി സോളോ സിക്കോവയ്ക്കെതിരെ റോമൻ റീൻസിൻ്റെ ഒരു മത്സരത്തിലേക്കാണോ അതോ സോളോ സിക്കോവയുടെ MFT എന്ന് പറയുന്ന ടീമും ഈ റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈനിൽ നിന്നുള്ള ഒരു മത്സരത്തിലേക്കാണോ അതോ അവസാനം സോളോ സിക്കോവയുടെ ടീമും റോമൻ റീൻസിൻ്റെ ടീമും ഒരുമിക്കുന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്, പല രീതിയിലേക്കും പല തലത്തിലേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സ്റ്റോറിയാണ്. എന്തായാലും ഈ വരുന്ന ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ റോമൻ റീൻസ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ റോമൻ റീൻസ് വന്നിട്ട് ജഗഫ് ഫാറ്റു, ഊസോസ് തുടങ്ങിയവർക്ക് ഇടയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോളോ സിക്കോവയെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളെ സംബന്ധിച്ചും അഡ്രസ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ച്, ഈ സ്റ്റോറികളെ സംബന്ധിച്ച് ലഭിച്ചേക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് നിലവിലെ സ്മാക്ഡൗൺ ബ്രാൻഡിലെ ടോപ്പ് സൂപ്പർ സ്റ്റാറും വുമൻസ് ചാമ്പ്യനുമായ റിയ റിപ്ലിയെ സംബന്ധിച്ചുള്ളതാണ്. നിരാശാജനകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. റിയ റിപ്ലിയുടെ കാലിന് ഇഞ്ചുറി പറ്റി എന്നുള്ളൊരു അപ്ഡേറ്റാണ് സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. റിയ റിപ്ലിയുടെ കാലിന് ഇഞ്ചുറി പറ്റുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ചിട്ടാണ്. ഇറ്റലിയിൽ നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ചിട്ടാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. റിയ റിപ്ലിയുടെ കാലിൻ്റെ ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും റിട്ടേൺ ഡേറ്റ് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു സമയമോ കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റോ റിട്ടേണിനെ സംബന്ധിച്ച് പങ്കുവച്ചിട്ടില്ല. എന്തായാലും റിയൽ ആയിട്ടുള്ളൊരു ഇഞ്ചുറി ആണ് എന്ന തലത്തിലാണ് നിലവിൽ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ റിയ റിപ്ലിക്ക് മത്സരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റ് സമ്മർ സ്ലാം ആണ്. അപ്പോൾ സമ്മർ സ്ലാമിലായിരിക്കും മിക്കവാറും റിയ റിപ്ലിയുടെ മത്സരം നടക്കാൻ പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.